അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് ചൈനയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. കിൽ സ്വിച്ചുകളെക്കുറിച്ചാണ് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്. എന്താണ് ഈ കിൽ സ്വിച്ചുകൾ? അമേരിക്കയിലെ സോളാർ പ്ലാന്റുകളിലെ എഞ്ചിനീയർമാരാണ് ഈ ഡിവൈസ് കണ്ടെത്തിയിരിക്കുന്നത്. ചൈനയിൽ നിർമ്മിച്ച കമ്പോണൻറ്റുകളിലാണ് ഈ കിൽ സ്വിച്ചുകളുള്ളത്. വലിയ ആശങ്ക ഉയർത്തുന്നതാണ് ഇതെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. കാരണം UK, US, യൂറോപ്പ് എന്നിവിടങ്ങളിലെ പവർ ഗ്രിഡുകളെ തകർക്കാനുള്ള കരുത്ത് ഇതിനുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. സോളാർ പവർ ഇൻവെർട്ടറുകളിലാണ് ഈ അനധികൃത ആശയവിനിമയ ഉപകരണം കണ്ടെത്തിയിട്ടുള്ളത്. റോയിറ്റേഴ്സ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഉൽപ്പന്നത്തെക്കുറിച്ചുള്ള വിവരങ്ങളിൽ ഈ ഉപകരണത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടേയില്ല. ഇതാണ് സംശയമുയർത്തുന്നത്. സുരക്ഷാ പ്രശ്നങ്ങൾ പരിശോധിക്കുന്ന US വിദഗ്ധരാണ് ഈ നിഗൂഢ ഉപകരണം കണ്ടെത്തിയതെന്നും റിപ്പോർട്ട് പറയുന്നു. പവർ ഇൻവെർട്ടറുകളിലെ ഈ ചെറിയ ആശയവിനിമയ ഉപകരണങ്ങൾ ഉയർത്തുന്ന അപകട സാധ്യതകൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് വിദഗ്ധർ. സോളാർ പാനൽ പോലുള്ള പുനരുപയോഗിക്കാൻ കഴിയുന്ന ഊർജ്ജ സംവിധാനങ്ങളുടെ അവിഭാജ്യ ഘടകമാണ് പവർ ഗ്രിഡുമായി ബന്ധിപ്പിക്കുന്ന ഈ ഉപകരണം. അതിലെ ആശയവിനിമയ ഉപകരണം അതുകൊണ്ട് തന്നെ വലിയ ആശങ്കയും ഉയർത്തുന്നുണ്ടെന്ന് ഡെയിലി മെയിലും റിപ്പോർട്ട് ചെയ്യുന്നു. വിദൂരതയിലിരുന്നു കൊണ്ട് നിയന്ത്രിക്കാവുന്ന വിധത്തിലാണ് ഇൻവെർട്ടറുകൾ നിർമ്മിക്കുന്നത്. ഈ ഉപകരണം ഇൻവെർട്ടറുകളിൽ സ്ഥാപിക്കുന്നതിൽ വലിയ അപകട സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. വൈദ്യുതി തടസ്സം വരുത്താൻ ഈ ഉപകരണം ഉപയോഗിച്ചേക്കാം എന്നാണ് വിലയിരുത്തൽ. ഇൻവെർട്ടറുകൾ റിമോട്ടായി ഓഫ് ചെയ്യാൻ അല്ലെങ്കിൽ അവയുടെ ക്രമീകരണങ്ങൾ മാറ്റാൻ ഈ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് പവർ ഗ്രിഡുകളെ തകർക്കാനും ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങളെ നശിപ്പിക്കാനും അതുവഴി വ്യാപകമായ വൈദ്യുതി തടസ്സങ്ങൾക്കും കാരണമാകുമെന്നും ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്യുന്നു. റിപ്പോർട്ട് പുറത്തു വന്നതോടെ UK വളരെ ജാഗ്രതയിലാണ്. UKയിലെ കാറ്റാടിപ്പാടങ്ങളിലോ സോളാർ ഫാമുകളിലോ സ്ഥാപിച്ചിട്ടുള്ള ഏതെങ്കിലും പവർ ഇൻവെർട്ടറുകളിൽ കിൽ സ്വിച്ചുകൾ ഉണ്ടോ എന്ന് വ്യക്തമല്ല. എന്നാൽ മുൻകരുതൽ നടപടികളുമായി UK മുന്നോട്ട് പോവുകയാണെന്ന് ഡെയിലി മെയിലിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു. കഴിഞ്ഞ 9 മാസത്തിനിടെ ഒന്നിലധികം ചൈനീസ് വിതരണക്കാരുടെ ബാറ്ററികളിൽ സെല്ലുലാർ റേഡിയോകൾ പോലുള്ള ആശയവിനിമയ ഉപകരണങ്ങൾ കണ്ടെത്തിയതായി റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. US നാഷണൽ സെക്യൂരിറ്റി ഏജൻസിയുടെ മുൻ ഡയറക്ടർ മൈക്ക് റോജേഴ്സ് പറയുന്നത് പ്രധാന അടിസ്ഥാന സൗകര്യങ്ങളുടെ നാശത്തിനോ തടസ്സത്തിനോ വേണ്ടിയാകാം ചൈന ഇത്തരം ഉപകരണങ്ങൾ ഒളിപ്പിച്ചു വയ്ക്കുന്നതെന്നാണ്. എന്നാൽ ഈ ആരോപണങ്ങളെ ചൈന നിഷേധിച്ചിട്ടുണ്ട്. വാഷിംഗ്ടണിലെ ചൈനീസ് എംബസിയുടെ വക്താവ് പറഞ്ഞത് ചൈനയുടെ അടിസ്ഥാന സൗകര്യ നേട്ടങ്ങളെ വളച്ചൊടിക്കാനും അവയ്ക്ക് കളങ്കം ചാർത്താനും ബോധപൂർവം ചെയ്യുന്നതാണ് ഇക്കാര്യങ്ങളെന്നാണ്. ഈ കിൽ സ്വിച്ചുകളുടെ അപകടം എന്താണ്? ഇവ ഉപയോഗിച്ച് വൈദ്യുതി സംവിധാനങ്ങളെ പ്രവർത്തനരഹിതമാക്കാം, വൈദ്യുതി തടസ്സപ്പെടുത്താം, അടിസ്ഥാന സൗകര്യങ്ങൾക്ക് കേടുപാടുകൾ വരുത്താനും ഇതുവഴി കഴിയും. പല രാജ്യങ്ങളിലെയും വൈദ്യുതി വിതരണം തടസ്സപ്പെട്ട് ഇരുട്ടിലായ സംഭവം വലിയ വാർത്തയായിരുന്നു. അത്തരം സംഭവങ്ങളും ഇപ്പോൾ സംശയത്തിൻ്റെ നിഴലിലാണ്.